അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമുക്ക് മക്കൾക്കും സുഖാണ്. പിന്നെ നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല ചെയ്യുന്നത്. റഹീമിൻ്റെ അടുത്ത് പലതവണയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോലീസ് സ്റ്റേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ രണ്ടുപേരെയും കോണ്ടാക്ട് ചെയ്യരുത് എന്ന്. റഹീം സനോഫറിനെ കോണ്ടാക്ട് ചെയ്തു, ആദ്യത്തെ ജീവിതബന്ധം തീർന്നു. രണ്ടാമത് ഷംസുനെ കോണ്ടാക്ട് അർദ്ധരാത്രികളിൽ ചെയ്തിട്ടുണ്ട്. ഷംസ് നല്ലപോലെ ചീത്ത വിളിച്ചു കൊടുത്ത്, അല്ല തടിപ്പണിക്ക് പോയ സമയത്ത് അതെന്റെ ഫോണിലാണ് വിളിച്ചത് കേട്ടാ. എന്റെ നമ്പരേ ഉള്ളു അന്ന്, മറ്റേ 5314 അതില്. പിന്നെ അതിന് ശേഷമാണ് ഇപ്പം ഇക്കായെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങിയത്. എടാ നീ എങ്ങനെ വിചാരിച്ചാലും ഷാൻ എന്നെ ഉപേക്ഷിച്ചിട്ട് പോവില്ല. പിന്നെ നീ ഒരു പ്രസവിക്കാത്ത സ്ത്രീനെ വിവാഹം ചെയ്തത്, പ്രസവം നിർത്തിയ പെണ്ണിനെ വിവാഹം ചെയ്തത് എന്റെ തെറ്റല്ല. പിന്നെ നീ എന്നെ പുണ്യം ചെയ്യണം. കാരണം എന്താണെന്ന് അറിയാം, നിനക്ക് ഭൂമിയിൽ ഒരു അവകാശിയെ തന്നതിന്. നീ ഇത്രയും എന്നെ പബ്ലിക്കില് കരിവാരി തേച്ച് അങ്ങനെ ഇങ്ങനെ മറ്റത് വെക്കാം. നീ ആരെല്ലാം ചാനലിന്റെ സപ്പോർട്ടിലാണ് കളിക്കുന്നതെന്ന് വെച്ചാൽ നിന്റെ റെക്കോർഡൊക്കെ പബ്ലിക്കിലുണ്ട്. നീ മൂവ് ചെയ്യ്, ഞാൻ മൂവ് ചെയ്യാൻ തയ്യാറാണ്. നിന്റെ വീട്ടിൽ നിൽക്കവേ നിന്റെ ഉമ്മ, നിന്റെ വയ്യാത്ത, ചെവിയും കേൾക്കാത്ത, സംസാരിക്കാത്ത നിന്റെ കുഞ്ഞു പെങ്ങളുള്ള അവളെ വീട്ടിൽ നിൽക്കവേ നീ തൊലാക്ക് ചൊല്ലിയതാണ്. അതും നീ ഒരു വോയിസിൽ 3 തൊലാക്ക് ചൊല്ലിപ്പോയി. അങ്ങനെയുള്ള സ്ഥിതിക്ക് വലിയാമ്മച്ചിക്ക് വോയിസ് റെക്കോർഡ് അയച്ചു കൊടുത്ത്, അപ്പൊ തൊലാക്കായിപ്പോയി. നീ 2 തൊലാക്ക് ചൊല്ലിയിട്ട് നീ മടക്കി എടുക്കാമായിരുന്നു. പക്ഷേ നീ 3 തൊലാക്ക് ചൊല്ലി. അല്ലെങ്കിൽ ഞാൻ ഗർഭകാലഘട്ടമായിരിക്കണം നിന്റെ തൊലാക്ക് ഏൽക്കാതിരിക്കണമെങ്കിൽ. അപ്പോഴ് അത്രയും ഒരു ഗർഭിണിയായിരിക്കുന്ന ഒരു സമയത്ത് പോലും നീ എനിക്കൊരു കെയറിങ് സ്നേഹവും തന്നിട്ടില്ല. പിന്നെ നീ കള്ള് കച്ചവടം ചെയ്ത് ഇവിടുന്ന് 1 ലക്ഷം രൂപ നിനക്ക് ഗൾഫിലോട്ട് അയച്ചു തന്ന് നീ ആ പൈസക്കാണ് ഹക്കീക്ക കൊടുക്കണതും മസ്റൂ മോൾക്ക് സ്വർണ്ണം ഇടുന്നതും 40ന്റെ ചെലവ് നടത്തുന്നതും. ബാക്കി 4000 രൂപ ഉണ്ടായിരുന്നു, അത് ഉപ്പയ്ക്ക് എന്നെ കൊടുത്തു, വാങ്ങിയില്ല. അന്നും വാപ്പയായിട്ടൊന്നും അധികം സ്വരച്ചേർച്ച ഇല്ല. കാരണം എന്ന് വെച്ചാൽ യവൻ എന്നെ പെണ്ണ് കാണാൻ വരുമ്പോൾ ഒരു ടോർച്ച് സെറ്റ് ഫോൺ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 1-ാം തീയതിയാണ് എൻ്റെ വളയിടാക്കാം, 2012. അപ്പോഴെനിക്ക് ആ ടോർച്ച് സെറ്റ് ഫോൺ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ ഉപ്പയ്ക്ക് കൊടുത്ത്. അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നിനക്ക് 2 ലക്ഷം രൂപ അച്ചാരം തന്ന് 25 പവൻ തന്നേല് നീ കുറെ കുടിച്ച് കറങ്ങി. നീ ബാക്കിയൊക്കെ പറയുന്നുണ്ടല്ലോ. നിന്റെ അടുത്ത് വയ്യാത്ത കുഞ്ഞിനെ ഞാൻ ജന്മം നൽകിയപ്പം പ്രസവം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞിക്ക കുഞ്ഞ് ചെറുതായിട്ടൊന്ന് മുറിവി, നിനക്ക് ഒന്ന് കണ്ടൂടെയെന്ന് ചോദിച്ചപ്പോൾ നിന്റെ പാപ്പ ജമാൽ ഉണ്ടാക്കി വെച്ചിരിക്കണമെന്ന് വെച്ച്. അപ്പൊ മരിച്ചതിന് ശേഷം നിന്നെ കോണ്ടാക്ട് ചെയ്തു ഉപ്പ. അന്ന് നീ നെറ്റ് കോളിലാണ് വിളിക്കുന്നത്. എനിക്ക് ടോർച്ച് സെറ്റ് ഫോണാണ്, എൻ്റെ സ്വർണം ഒരെണ്ണം വിറ്റ് എനിക്ക് 3000 രൂപയ്ക്ക് മേടിച്ചു തന്നതാണെന്ന്. ഈ ടോർച്ച് സെറ്റ് ഫോണിൽ നീ എന്നെ വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ വാപ്പയാണ് അന്ന് ഫോൺ എടുക്കുന്നത്. അപ്പോൾ ഫോൺ എടുത്തിട്ട് ഉപ്പ പറഞ്ഞു, മോനെ എവിടെ അടക്കണം, അവന് റയ്യാൻ എന്ന് പേരും ഇട്ട്. അത് നെജിലാരിയിലോട്ട് ഫോൺ വിടും. എൻ്റെ അടുത്ത് ഫോൺ തന്നു വാപ്പ. ഫോൺ തന്നപ്പോൾ പറഞ്ഞ് എനിക്ക് അവിടെ കൊണ്ടുപോയി അടക്കുന്നതിൽ നാണക്കേടുണ്ട്, നിന്റെ പള്ളിയിൽ തന്നെ അടക്കുക. ഒരു റൂമിനകത്ത് എന്നെ അവനെ മയ്യത്ത് കുളിപ്പിച്ച്, നാണക്കേടാണെന്നത്, മയ്യത്ത് കുളിപ്പിച്ചിക്ക. നമ്മുടെ പറമ്പില്ലേ, പൊളിപ്പറമ്പില് അവനെ ഖബറടക്കി. ഒരു ചൊവ്വാഴ്ചയാണ് മോൻ മരിക്കുന്നത്. മോൻ മരിക്കുന്നതിന് 2 ദിവസം മുമ്പേ ഞാൻ സ്വപ്നം കണ്ടിരുന്നു എൻ്റെ കുഞ്ഞ് മരിക്കുമെന്ന്. അത് മജന്ത ടവല്. അതിനുശേഷം ആറ്റുനോറ്റ് 1.5 വർഷത്തിന് ശേഷം പിണങ്ങിയിരിക്കരുന്ന് വന്ന് ഒത്തുതീർപ്പായി 1 മാസം നിന്നതേ ഉള്ളൂ. അപ്പൊ റമദാനാണ്. കുടിച്ച് വന്ന് ചവിട്ടി തള്ളിയിടക്കും, അടി ഇടിയും ചവിട്ടും. അങ്ങനെ നോക്കിയപ്പോൾ പ്രഗ്നന്റ് ആണ്. മസ്റൂ മോളെ ഞാൻ കഷ്ടപ്പെട്ട് ജന്മം നൽകി. ഇവൻ ചെലവിനൊന്നും തരൂല. അപ്പം അവിടെ ജയിലിലായി. മസ്റൂ മോളെ പ്രസവിച്ചിട്ടാണ് ഇവൻ നാട്ടിൽ കയറി വരുന്നത്. അതിന് മുമ്പ് ഹോസ്പിറ്റലിൽ വെച്ച് സഹോദരന്റെ പേരിൽ അവൻ 25 രൂപ അയച്ച് 1 മാസക്കാലം ഹോസ്പിറ്റലിൽ കിടന്ന്. കാരണം മൂത്ത കൊച്ചിനിങ്ങനെ വൈകല്യം ഉള്ളതുകൊണ്ട്. നമ്മളെ ഡോക്ടർ ഹെൻറിയാണ് സ്കാൻ ചെയ്തത്. പക്ഷെ എക്കോ എടുത്തപ്പോഴും അറിഞ്ഞില്ല മോക്ക് ഹാർട്ടിനൊരു ഹോളുണ്ട് എന്ന്. മോക്ക് ഉണ്ടായിരുന്നു. 6 മാസത്തിൽ അൽഹംദുലില്ലാ അടഞ്ഞ്. ഞാനും എൻ്റെ ഉമ്മായും വാപ്പായും കൂടെ തന്നെ കൊണ്ടുപോടിയത്. എല്ലാ കാര്യങ്ങളിലും ഉമ്മയും ഉപ്പയും. കാരണം അന്ന് എനിക്ക് അത്ര പ്രാപ്തിയില്ല, ഞാൻ ചെറിയ പ്രായമാണ്. ഈ 34-35 വയസ്സുള്ളോ 17.5 വയസ്സിൽ എന്നെ വിവാഹം ചെയ്തു. വിവാഹം ചെയ്തപ്പോഴത്തേക്കും രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? എനിക്ക് പ്രായപൂർത്തിയാവാത്തത് കൊണ്ട്. അന്ന് 18 വയസ്സ് തികഞ്ഞില്ല. അപ്പോഴാണ് നിയമം വരുന്നത് 18 വയസ്സ് പൂർത്തിയാവണമെന്ന്. അങ്ങനെ അവൻ ഗൾഫിൽ കയറി പോയതാണ്. അതിനുശേഷം മകളെ കാണുന്നത് യൂട്യൂബ് ചാനൽ വഴിയാണ് കാണുന്നത്. മസ്റൂറ ഫാത്തിമ എന്ന് ഞാൻ പേരും ഇട്ട്.
ഇവൻ കുടിച്ചോണ്ട് തൊലാക്ക് ചെല്ലിയപ്പോ ആ എഗ്രിമെന്റിൽ കൊച്ചിന് ചെലവിന് രേഖപ്പെടുത്താൻ പറഞ്ഞു. അപ്പൊ ഇവന്റെ അളിയൻ പറഞ്ഞു, ബദർ എന്ന് പറയുന്ന ആള് പറഞ്ഞു എന്താണെന്ന്. അതൊക്കെ നമുക്ക് പിന്നത്തെ കാര്യമല്ലേ, ഇപ്പോഴത്തെ കാര്യം അങ്ങ് നടക്കട്ടെ. കാരണം ഇവൻ തൊലാക്ക് ചെല്ലിയിട്ട് രേഖാമൂലം പള്ളിയിൽ അയക്കണ്ടേ. നമ്മളെ പള്ളി അറിഞ്ഞ് വിവാഹം ചെയ്തതാണ്. എടാ നിനക്ക് ഞാനൊരു അവകാശിയെ തന്ന്, നീ 3 കൊച്ചുങ്ങളുള്ള ഒരു പെണ്ണിനെയാണ് വിളിച്ചുകൊണ്ട് വന്നത്. 2 കൊച്ചുങ്ങൾ അവളെ എത്തീങ്ങാനയിലാക്കി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോള്, അതിന്റെ ചെറുത്. നീ ഒരു 8-9 വയസ്സുള്ള ഒരു മോനെയും കൊണ്ടാണ് നീ നിക്കാന് വരണത്. അവൻ തന്തയ്ക്ക് പറഞ്ഞവനാണ്, 5 ഏരൂരുള്ളവനാണ്. അവന്റെ 2 പെമ്മക്കളെ ഈ നാട്ടിൽ കയറി വന്ന്, അവള് ഷോപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. നാട്ടിൽ വന്ന് അവന് ആ പെമ്പിള്ളരെ 2 എത്തീങ്ങാനെ തന്നല്ലോ ആക്കിയത്. ഈ കൊച്ചിനെ അവനങ്ങ് കസ്റ്റഡിയിലെടുത്ത് ഇവനെ മാത്രം അങ്ങ് വിട്ടുകൊടുത്തു. കാരണം ഇവനില്ലാതെ ഇവക്ക് പറ്റൂല. ഇവളുടെ അടുത്ത് ഇവൻ പറഞ്ഞ ഈ അൻസി എന്ന് പറയുന്ന പെണ്ണെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവളുടെ അടുത്ത് ഇവൻ പറഞ്ഞെന്തായിരുന്നു അറിയുമോ? ഞാൻ സനോഫറിന്റെ കൂടെ ഒളിച്ചോടി, ഫേസ്ബുക്ക് വഴി പ്രേമിച്ച് നിന്റെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് തൊലാക്ക് ചെല്ലുന്നത്. ഇതിനകത്ത് അധികാരികളെല്ലാരും ഉണ്ട്. ബദർ എന്ന് പറയുന്ന ആള് ഒപ്പിട്ടേക്കുന്നത്, അതായത് നിന്റെ അളിയൻ, നിന്റെ പെങ്ങടെ ഭർത്താവ്. ആ ഒരൊറ്റ ഒരാള് കാരണമാണ്. ഒപ്പ് നോക്ക്, നിന്റെ അളിയന്റെ ഒപ്പാണെന്ന് നോക്കടാ, നോക്ക് നിന്റെ ബനാസ് മൻസിൽ അല്ലേ, ബദറുദ്ദീൻ ബനാസ് മൻസിൽ ചടയമംഗലം. ആരാണ് ഒപ്പിട്ടേക്കണ? നിന്റെ അളിയൻ. എടാ 10 വർഷക്കാലം മോക്ക് ചെലവിന് കൊടുക്കാത്ത നീ ഇപ്പൊ ചെലവിന് കൊടുത്തെങ്കിൽ അൽഹംദുലില്ലാ റാഹത്ത്. പിന്നെ ഞാൻ പഠിപ്പിച്ച സ്റ്റാൻഡേർഡിൽ നിനക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? നീ അങ്ങനെയെന്നുണ്ടെങ്കിൽ നീ എനിക്ക് മൊബൈൽ റീചാർജ് ചെയ്യാനും നിനക്ക് കുഴിമന്തി മേടിക്കാനും നീ എൻ്റെ അടുത്ത് ചോദിക്കില്ലായിരുന്നു. എടാ നാറിയേ, പ്രസവം നിർത്തിയ ഒരു തരാണ് മച്ചി പശുവിനെ നീ കെട്ടിയത് എന്റെ തെറ്റല്ല, ആണായിക്ക? അല്ല. പിന്നെ നീ സനോഫറിനെ കോണ്ടാക്ട് ചെയ്ത് മോള എന്തോ ചെയ്യുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ തൊലാക്ക് ചെല്ലാൻ പറഞ്ഞു. കാരണം എന്താണ്? ഞാൻ ജന്മം നൽകിയ മോള് ഞാൻ ഒരു ഭർത്താവിന്റെ കൂടെ സുഖിക്കുമ്പോൾ, മുഷ്താഖ് മോൻ ഉപ്പാന്ന് വിളിച്ച് സന്തോഷിക്കുമ്പോൾ ഞാൻ അപ്പോഴും ആ സുഖം അവിടെ വേണ്ടെന്ന് വെച്ചാൽ എന്താണ്? എൻ്റെ മകൾക്ക് വേണ്ടി. പിന്നെ നിന്റെ കഴിവുകേട് കൊണ്ടാണ് നീ ജന്മം നൽകിയ മോള് എല്ലാരെയും വാപ്പാന്ന് വിളിച്ചത്. കാരണം നിന്റെ പ്രായമില്ല എനിക്കൊരു ആൺതുണ ഇല്ലാതെ ജീവിക്കാൻ ഇന്നത്തെ സമൂഹത്തിൽ ഇത്തിരി പാടാണ്. കാരണം നിന്നെയൊക്കെ പോലുള്ള പിഴച്ച ഭർത്താക്കന്മാരുണ്ടെങ്കിൽ നീ അവിഹിതം പറയും. നീ വന്ന് പബ്ലിക്കിൽ രായമേരെടുത്ത് പറഞ്ഞ് ബാക്കി കാര്യങ്ങൾ ഞാൻ മറ്റേ ചാനലിൽ തരാം. നജില ഷാൻ മസ്റൂ ഉണ്ട്. നീ പറഞ്ഞിട്ട് എന്റെ മോളെ എന്തരാ വീഡിയോ ഇട്ട് എന്തരാ ചെയ്യുമെന്ന് പറഞ്ഞ്. നിന്റെ മോള് എന്നായി നിന്റെ മോള്? എടാ നാണം ഉണ്ടാടാ നിനക്ക് പറയാൻ? നിന്നെ വെച്ചിട്ട് ഞാൻ ഒരുപാട് തവണ ആ കൊച്ചിനെ വെച്ചിട്ട് ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചു ചെലവിനിതാ. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കട്ടാ, ഞാൻ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. നീ എപ്പോഴെങ്കിലും എൻ്റെ അക്കൗണ്ടിൽ ഒരു പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും റഹീം എന്ന് വരുമല്ലോ, ഏതെങ്കിലും ഒരെണ്ണം തെളിവ് കാണിച്ചാണ്, അല്ലെങ്കിൽ നീ GPay തെളിവ് കാണിച്ചാണ് ഞാൻ മോളെ ഇത് വെച്ചിട്ട് ഞാൻ നിനക്ക് GPay നമ്പർ തന്നാണ്. നീ വളർത്തിക്കോ, നീ കൊന്നോ അല്ലെങ്കിൽ നീ വളർത്തിക്കോന്ന് അവൻ എൻ്റെ അടുത്ത് പലതവണയും പറഞ്ഞു. നീ വളർത്തിക്കോ, എനിക്ക് വേണ്ട. എനിക്കിടെ നിനക്ക് കുടിച്ച് കളയണ ഒരു പൈസ മതിയല്ലോ ഈ കുഞ്ഞിന് ചെലവിന് കൊടുക്കാൻ. ഇന്ന് ഞാൻ നല്ല നീ 5000 രൂപ ഈ മോക്ക് ചെലവഴിച്ച് നീ ഇപ്പൊ എൻ്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മാക്ക് കൊണ്ടു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നീയും ഉമ്മായും മസ്റൂറ മോളും വാപ്പായും തിന്നു. എൻ്റെ വാപ്പ അത്ര ഗതികെട്ടോനായിപ്പോയാ വാപ്പ? കണ്ടോന്റെ ഇത്രയും വർഷം ബന്ധം നിർണ്ണയിക്കുന്ന ഒരുത്തൻ്റെ ചെലവ് മേടിക്കാൻ? മോളെ പഠിപ്പിക്കണമെങ്കിൽ ഇത്രയും കാലം വളർത്തിയെങ്കിൽ എനിക്ക് ചെലവ് നോക്കാനും പറ്റും. അപ്പൊ സ്വന്തം മകളാണ് ഇന്നലെ കണ്ട അവനാണ് അങ്ങക്ക് വലുത്? നിങ്ങൾ നല്ലപോലെ എന്നെ തിരക്കി കെട്ടിച്ചിരുന്നെങ്കിലേ ഇന്ന് എനിക്ക് ഗതികേട് വരില്ലായിരുന്നു. അതറിയാമോ? നല്ലതുപോലെ തിരക്കി പിടിച്ച് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് എനിക്ക് ഈ വിവാഹ ജീവിതം വേണ്ടാന്ന്. അപ്പം പറഞ്ഞ് നിങ്ങൾ നാണക്കേട്, എല്ലാവരെയും കയ്യും കാലും പിടിച്ചാണ് നിങ്ങൾ എന്നെ ചെറുപ്പകാലത്ത് കെട്ടിച്ചത്. അപ്പം ഈ വാർദ്ധക്യത്തി കാലത്ത് ഈ പെരുവഴി കിടക്കണ എവൻ നോക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ? ഒരു പെൺകുഞ്ഞിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഉമ്മാൻ്റെ തണൽ. അവൾ ഉമ്മാരൂടെ നിന്നപ്പോഴുള്ള കൾച്ചറും ഇനിയുള്ള കൾച്ചറും ഒന്ന് ഞാൻ പബ്ലിക്കിൽ ഇടുന്നുണ്ട്. ഇത് കഴിയട്ടെ. ചൈൽഡുകാരല്ല മോക്ക് ജന്മം നൽകിയത്. ഞാൻ പിന്നെ അന്ന് പോകാത്തതെന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ. എൻ്റെ മോള് ആരെ വാക്കിലാണ് ഇത്രയും കള്ളത്തരം പറഞ്ഞ് ഒളിച്ചു വെച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ എന്തായാലും സത്യം പറയാനും സത്യം കാണാനുമാണ് ഞാൻ അവളെ പഠിപ്പിച്ചത്. ഓക്കെ? അപ്പം ഇത്രയും ഒരു പൈശാചികമായ ഒരു രൂപം അല്ലെങ്കിൽ പൈശാചികമായ ഒരു പ്രവൃത്തി ഒരു തള്ള, അതായത് ഞാനൊരു തള്ളയാണ്, എൻ്റെ തള്ള എൻ്റെ കൂടെ ചെയ്യില്ലായിരുന്നു. അവർക്കൊരു സത്യസന്ധത ഉണ്ടെങ്കിൽ. അപ്പം റഹീമേ, നിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് വിരട്ട് വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ അങ്ങ് വെച്ച് തരാം. പിന്നെ എൻ്റെ ഭർത്താവ്
നിനക്ക് നല്ല പ്രായത്തിൽ മീശ ഉണ്ടായിരുന്നാടാ? നിന്റെ എവിടെയെങ്കിലും ഒരു രോമം ഉണ്ടായിരുന്ന? നീ എന്തായാലും 2 കുഞ്ഞുങ്ങളെ എനിക്ക് തന്നു. ഒന്ന് ഖബറിലുണ്ട്. അതിന്റെ ഖബറിൽ നീ പോയി ഒന്ന് കണ്ടിട്ടുണ്ടോ അതിനെ? നീ പറയുന്നുണ്ടല്ലോ എനിക്ക് മറ്റേതാണ് മറിച്ചതാണ് അതാണ് ഇതാണ് എന്നൊക്കെ. എനിക്ക് സനോഫറിലും റഹീമിലും ഷംസൂലും കുഞ്ഞുണ്ട് എന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. നീ ഇപ്പം എൻ്റെ പല റീൽസ് കണ്ടിട്ട് നിനക്ക് സഹിക്കുന്നില്ല എന്ന് നീ പറയുന്നുണ്ട്. നീ സഹിക്കാത്തതേ നീ പ്രസവം നിർത്തിയോളം എന്തിനടാ കെട്ടിയത്? അല്ലെങ്കിൽ നിനക്കൊരു അവകാശിനെ അവള് തന്നനെയായിരുന്നല്ല അൻസി കത്തെഴുതി വെച്ചിട്ട് ലുലുമാളി പണിക്ക് പോയപ്പോഴത്തേക്ക് നീ എൻ്റെ അടുത്ത് ആ കത്ത് അയച്ചു തന്നില്ലേ? ഞാൻ ആ കത്തൊന്ന് പബ്ലിക്കിൽ ഇടട്ടാ? നീ വല്ലവരടുത്തും വല്ലവും പറഞ്ഞ്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നീ പലതും പറഞ്ഞ് ഷാനയെ നീ അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഷാനയെ നീ അതറിയാൻ വേണ്ടി. നിന്റെ അത്ര മദ്യപാനി അല്ല ഷാൻ. നീ മുണ്ടൂരി കൈ പിടിച്ചോണ്ടല്ലേ നടക്കുന്നത്. നീ ഒരു ഭാര്യയുടെ ആവശ്യം എന്തെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന? നീ എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന? നീ ഒരിക്കൽ വർക്കല ബീച്ചിൽ കൊണ്ടുപോയിട്ട് നീ എന്നെ പിടിച്ച് കടലിൽ തള്ളി. എൻ്റെ ചെരുപ്പ് കടലിൽ പോയത് ഓർക്കുന്നുണ്ടാ? നിനക്കൊരു ഭാര്യയോട് സംസാരിക്കാൻ അറിയാമോ? നിനക്ക് പറ്റും. എന്തിന്? മദ്യപിക്കുമ്പം ഇതിന്. നീ ഒരു ഭാര്യയുടെ സുഖം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടാ? എങ്ങനെയോ 2 മക്കളുണ്ടായി കേട്ടാ. അപ്പം എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ള വിരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട. മച്ചിപ്പശു അൻസിയുടെ ഭർത്താവ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ബാക്കി ഞാൻ വരുന്ന എടുത്ത് വെച്ചിട്ട് ആ വോയിസൊക്കെ ഇടാം. അദ്ദേഹം ഗൾഫിലായിരുന്നു, ഇപ്പം ഇനി നാട്ടിൽ ഉണ്ടായില്ലേ എന്തോ. എന്നെ വാട്സപ്പ് വഴിയാണ് കോണ്ടാക്ട് ചെയ്തേക്കണം. എന്നെ ലെക്കായാണ് കോണ്ടാക്ട് ചെയ്തേക്കണം. ആ വോയിസ് റെക്കോർഡൊക്കെ ഞാൻ എത്തി കഴിയുമ്പോൾ പുറത്തിടുന്നതായിരിക്കും. നീ കൂടുതൽ വിളച്ചിലെടുത്താൽ നീ മറ്റേ ഷോപ്പിൽ നിന്നപ്പോൾ അടിച്ചോണ്ട് പോയ കണക്കല്ല. അവൾ തുണിക്കടയിൽ നിന്നപ്പോൾ നീ ഇപ്പോഴും ഹോട്ടലിൽ വിറ്റല്ലേ ജീവിക്കുന്ന. നിനക്ക് മസ്റൂറാക്ക് ചെലവിന് കൊടുക്കാനേ ഇവിടെ ആരും നിന്നെ വിലക്കിയിട്ടില്ല. നിനക്ക് കൊടുക്കാമായിരുന്നു. ഞാൻ ഗർഭിണിയാണെന്ന് അറിയാമ്പോൾ നിനക്കെന്താ അത്ര കഴപ്പെന്ത്? നിന്റെ വീട്ടിൽ നിന്ന് നീ തൊലാക്കിയില്ലേ? അല്ലെങ്കിൽ നിന്റെ ഭാര്യയായിട്ട് ഇന്ന് ഞാൻ കഴിയില്ലായിരുന്ന നാറിയേ? നീ കണ്ട പെണ്ണുങ്ങളെ വിളിച്ച് സോഷ്യൽ മീഡിയയിൽ നീ തുടങ്ങടാ ചാനല്. നീ തുടങ്ങ്. ഒന്നൊന്നായിട്ട് ഞാൻ ഇടുന്നുണ്ട് 2012 തൊട്ടുള്ള കാര്യം. അതും വെറും വാക്കല്ല. നീ പറഞ്ഞ കണക്ക് കുടിച്ച് 4ാം കാലിൽ നിന്നിട്ടല്ല, തെളിവോടുകൂടിയാണ് ഇടുന്നത്. ഒരേ തെളിവോടുകൂടി. എൻ്റെ മോളും ഞാനും ഒന്നാണിടാ. എൻ്റെ വയറ്റിൽ നിന്നാണ് അവള് വന്നത്, അറിയാമോ? പിന്നെ എൻ്റെ ഇക്ക എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടിയുള്ള ബാധ്യത നിനക്കാണ്. കാരണം നിനക്ക് യോഗ്യത ഇല്ലടാ. കാരണം നീ ആ മിണ്ടാപ്രാണി അടിച്ച മോനല്ലേ. നീ അതിനെ ചെവിക്കലിന് അടിച്ചില്ലേ നിന്റെ ഭാര്യനെ കണ്ടിട്ട്? ഞാൻ അതിനെ അടുപ്പിച്ചിട്ടുണ്ടാടാ നിന്നെ ഇതുവരെയെങ്കിലും? ഞാനും അവളും അവൾക്ക് എന്തെങ്കിലും ദേഷ്യം വരെങ്കിൽ എൻ്റെ കൂടെയല്ലേ തീർക്കോള്? എടാ നീ അതിനെ അടിച്ചില്ലേടാ? അടിച്ചില്ലേ അതിനെ? ചെവിയും കേൾക്കാതെ സംസാരിക്കാൻ ചെയ്യാത്തേനെ? നീ ഇന്നും നിന്റെ തണലുണ്ടായിരുന്നു എങ്കിലും നിനക്ക് ഇന്നും ആ 19 വയസ്സുള്ള നിന്റെ ഉമ്മാനെയും പെങ്ങളെയും പോയി നോക്കാത്തന്തടാ? നാറിയെ പെണ്ടാട്ടി ഹോട്ടലിൽ വിട്ട് ജീവിക്കണോനെ, വിറ്റ് ജീവിക്കണോനെ, കണ്ടമാർക്ക് കാഴ്ച വെച്ചിട്ട് ജീവിക്കുന്നവനെ. എന്തായാലും നിന്റെ പെണ്ടാട്ടിയുടെ ഹോട്ടലിൽ ഞാൻ കയറി ഒന്ന് ഉണ്ണുന്നുണ്ട്. അപ്പം ശരി പോന്നാ, കാണാം. അസ്സലാമു അലൈക്കും.